അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആളുകൾക്കുള്ളതാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റിയിൽ ഫോണിൽ കാണണം. അതായത് നമ്മൾ ടി വിയിലും കമ്പ്യൂട്ടറിലും മോണിറ്ററിലൊക്കെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്യാമറയുടെ വീഡിയോ കാണുന്ന അതേ ക്ലാരിറ്റി തന്നെ നമ്മുടെ ഫോണിലും കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ വെച്ചിരിക്കുന്ന ക്യാമറകൾ ഈ ലോകത്തുള്ള ഒരാളും കാണരുത്, അല്ലെങ്കിൽ ഹൈലി സെക്യൂർ ആയിരിക്കണം, പ്രൈവറ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാമറയിൽ നിന്നുള്ള വീഡിയോ എൻ്റെ ഫോണിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഹിക്വിഷൻ്റെ ക്യാമറയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ക്യാമറകളൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ മറ്റൊരാളുടെ സെർവറിനുള്ളിലൂടെ ആക്സസ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോണിലേക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, അതായത് ഡൗൺ ടൈം വേണ്ട അല്ലെങ്കിൽ ഡൗൺ ടൈം ഒട്ടും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഹിക്വിഷൻ്റെ ക്യാമറ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ക്യാമറ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഓഫീസ് നെറ്റ്വർക്കിലാണ്. അതായത് ഇവിടെ നിന്ന് ഇതിൻ്റെ കേബിൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇരിക്കുന്ന TP ലിങ്കിൻ്റെ ഒരു ഒമാഡ കൺട്രോളർ എന്നുള്ളൊരു ഡിവൈസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു VPN റൗട്ടറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഫോണിൽ ഈ ഒരു ക്യാമറ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഈ ക്യാമറ എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല, ഇത് കണ്ടോ. ഈ ക്യാമറ എനിക്ക് എൻ്റെ ഫോണിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കാണുന്നത് വെച്ചാൽ ഞാൻ ഈ ഹിക്വിഷൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഹിക്വിഷൻ്റെ ആ ഒരു ക്ലൗഡ് സർവീസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് VPN എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ എറണാകുളം മാർക്കറ്റിൽ പോയിരിക്കുക. എറണാകുളം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കിട്ട് തട്ടിയിട്ടാണ് നടക്കാൻ പറ്റുള്ളൂ, അത്രയും തിരക്കുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലേക്ക് ഞാനിപ്പോൾ സാമ്പാർ കൂട്ട് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ ആ കൂടൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് കൂടിലാണ് നമുക്ക് തന്നു വിടുന്നത്. അപ്പോൾ ഞാൻ 2 കിലോ സാമ്പാർ കൂട്ടും വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് നടന്ന് പുറത്തേക്ക് പോരുന്ന സമയത്ത് ഈ സാമ്പാർ കൂട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സാമ്പാറിൻ്റെ പീസസാണ് ഞാൻ വാങ്ങിച്ചേക്കണം എന്നുള്ള കാര്യം ആർക്ക് എന്നെ നോക്കിയാലും കാണാൻ കഴിയും. കാരണം ഞാൻ കൊണ്ടുപോകുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറിലാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന ചേനയും മത്തങ്ങയും തക്കാളിയും ഒക്കെ എല്ലാവർക്കും കാണാൻ കഴിയും. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ എറണാകുളം മാർക്കറ്റിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെയുള്ള വലിയൊരു പബ്ലിക് നെറ്റ്വർക്കാണ്. അപ്പം ഞാൻ എന്താണ് ചെയ്യണത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ കാണുന്നത് കേൾക്കുന്നത് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും എന്നെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അതാണ് പബ്ലിക് നെറ്റ്വർക്ക്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ക്യാമറയിലെ ഈ വിഷ്വൽസ് ഞാൻ എൻ്റെ ഫോണിലേക്ക് കാണുന്ന സമയത്ത് ഈ ലോകത്തുള്ള ഒരാൾക്കും കാണാൻ കഴിയില്ല ഞാൻ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ എന്താണ് കേൾക്കുന്നത് എന്നുള്ള കാര്യം. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു എറണാകുളം മാർക്കറ്റിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് എറണാകുളം മാർക്കറ്റിൽ വലിയൊരു ടണൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഒരു ടണലിനുള്ളിൽ കൂടെ ഞാൻ നടന്നങ്ങ് പോകുന്നു. ഞാൻ പച്ചക്കറി മേടിക്കാനുള്ള സ്ഥലത്തെത്തി. ആ ചേട്ടൻ എനിക്ക് പച്ചക്കറിയൊക്കെ വാരി ഒരു കൂടിലേക്ക് ഇട്ട് തന്നു. ഒരു ട്രാൻസ്പെറൻറ്റ് കവർ തന്നെയായിരുന്നു. ഞാൻ ഈ ഒരു ടണലിൽ കയറി ഞാൻ നടന്ന് എവിടെയാണോ എൻ്റെ ലൊക്കേഷൻ ആ ലൊക്കേഷനിലേക്ക് ഞാൻ എത്തി. ഓക്കെ, അപ്പോൾ എന്നെ വേറൊരാളും കണ്ടിട്ടില്ല. കാരണം എന്താണ്, ഞാൻ ഈ ഒരു ടണലിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. സോ VPN എന്നാൽ ഇതുപോലെയുള്ളൊരു വിർച്വൽ ടണലാണ്, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിലാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു പ്രൈവറ്റ് ടണൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന TP ലിങ്കിൻ്റെ ER605 എന്ന് പറഞ്ഞ ഈ ഒരു VPN റൗട്ടറിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു ടണൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ജിയോ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും ഏത് ഇൻ്റർനെറ്റാണ് ഞാൻ യൂസ് ചെയ്യണമെങ്കിലും ഞാൻ ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും എനിക്ക് ഈ ക്യാമറ, ഈ നെറ്റ്വർക്കിലിരിക്കുന്ന ക്യാമറ കാണാൻ കഴിയും. അതിപ്പോൾ ഈ ക്യാമറ എന്നല്ല, നിങ്ങളിതിപ്പോൾ നിങ്ങളുടെ ഓഫീസ് നെറ്റ്വർക്കിനാണ് യൂസ് ചെയ്യണമെന്ന്. പല ആൾക്കാരും VPN ഉപയോഗിക്കുന്നത് ഇതുപോലെ ക്യാമറ കാണാൻ വേണ്ടി മാത്രമല്ല, ഓഫീസ് നെറ്റ്വർക്കിലൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് മുത്തൂറ്റിലൊക്കെ ഞങ്ങൾ ഇതുപോലെയുള്ള VPN നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി, അതായത് അവർ നമ്മൾ ആ കോവിഡൊക്കെ വന്ന സമയത്ത് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ വീട്ടിൽ അവർ ലാപ്ടോപ്പൊക്കെ ആയിട്ട് പോയിരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക്, അതായത് ഓഫീസ് നെറ്റ്വർക്കിലേക്ക് അവർ VPN നെറ്റ്വർക്ക് വഴി VPN വഴി ഡയൽ ചെയ്ത് കണക്ട് ചെയ്തിട്ട് അവർ യൂസ് ചെയ്യും.
അപ്പോൾ ആ സമയത്ത് ഇതേപോലെ തന്നെയുള്ള ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ് അവർക്ക് ഫോം ചെയ്യുന്നത്. അവരുടെ ഓഫീസിലിരിക്കുന്ന സെർവറുകളും അതുപോലെയുള്ള അവരുടെ ഫയൽസും കാര്യങ്ങളെല്ലാം അവർക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു എൻവയോൺമെൻ്റ് ആണ് VPN എന്ന് പറഞ്ഞാൽ. VPN പല ടൈപ്പ് ഉണ്ട് കേട്ടോ. VPN പ്രോട്ടോകോൾ പല ടൈപ്പ് ഉണ്ട്. IPsec, PPTP, L2TP, ഓപ്പൺ VPN, SSTP, ഇങ്ങനെ ഒരുപാട് VPN ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ ER605 എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു 5 or 6 VPN പ്രോട്ടോകോൾസ് സപ്പോർട്ട് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓപ്പൺ VPN ആണ്. അപ്പോൾ ER605 എന്ന് പറഞ്ഞ ഈ ഒരു റൗട്ടർ 16 ഓപ്പൺ VPN ക്ലയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 16 യൂസേഴ്സിന് ഒരേ സമയം ഈ നെറ്റ്വർക്ക് ആക്സസ് ചെയ്ത് ഈ ക്യാമറകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ഈ ഒരു ക്യാമറ ഈ ഒരു മൊമെൻറ്റോയ്ക്ക് നേരെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര ദൂരെയാണ് മൊമെൻറ്റോ ഇരിക്കണം എന്ന് നിങ്ങൾക്ക് നോക്കാം. ഇതുണ്ട്, ഞാനിപ്പോൾ ആ ഒരു ക്യാമറ, എൻ്റെ ക്യാമറ ഞാൻ അതിലേക്കൊന്ന് സൂം ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ക്യാമറ സ്ക്രീനിൽ കാണുന്ന ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചത് ഇതുണ്ടോ. അത്രയും ദൂരെ ഇരിക്കുന്ന ആ ഒരു സാധനത്തിൽ, അതായത് ആ മൊമെൻറ്റോയിൽ അക്കേഷ്യ, എനിക്ക് കണ്ണൂർ അക്കേഷ്യ തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. സ്നേഹോപകാരമാണ് അവരുടെ. അപ്പോൾ അവർക്ക് ഞാൻ ഒരു ക്ലാസ് എടുത്ത സമയത്ത് അവരെനിക്ക് തന്നതാണ്. അപ്പോൾ ദേ ഇത്രയും ദൂരെ ഇരിക്കുന്ന ആ ഒരു സാധനത്തെ അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ക്യാമറയിലൂടെ വായിക്കുന്നത്. ഇത്രയും ക്ലാരിറ്റി നമ്മൾ ഹിക്വിഷൻ്റെ സർവീസ് ഉപയോഗിക്കുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ക്ലാരിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്യാമറയ്ക്കും നമ്മുടെ മൊബൈൽ ഫോണിനും എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ അത്രയും ക്ലാരിറ്റി തന്നെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അക്കേഷ്യ, സ്നേഹോപകാരം, പിന്നെ അതിൻ്റെ അടിയിൽ എഴുതിയേക്കണം. എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കത് മൊബൈലിലൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ വായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു VPN നെറ്റ്വർക്ക് നമുക്ക് നമ്മുടെ ഓഫീസിലോ വീട്ടിലൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു VPN റൗട്ടർ ആവശ്യമാണ്. ഇതേപോലെയുള്ള ഒരു VPN റൗട്ടർ ആവശ്യമാണ്. ഈ ഒരു VPN റൗട്ടറിൻ്റെ കോസ്റ്റ് വരുമ്പോൾ ഏകദേശം ഒരു 5000 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിക് IP അഡ്രസ് ആണ്. അതായത് നമ്മുടെ സർവീസ് പ്രൊവൈഡർ ആരാണോ, അപ്പോൾ നമുക്ക് ഏഷ്യനെറ്റ് ആണോ, അതുപോലെ ജിയോ ആണോ, അതല്ലെങ്കിൽ എയർടെൽ ആണോ, ആരാണോ നമുക്ക് ഇൻ്റർനെറ്റ് തരുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്റ്റാറ്റിക് IP അഡ്രസ് നമുക്ക് തരും. ഇപ്പോൾ എയർടെലിൻ്റെ സ്റ്റാറ്റിക് IP അഡ്രസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എനിക്ക് മന്ത്ലി വരുന്ന ബില്ലിനകത്ത് ഒരു 100 രൂപ എക്സ്ട്രാ കൊടുക്കണം, എന്നാലാണ് അവർ ആ ഒരു സ്റ്റാറ്റിക് IP അഡ്രസ് തരുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിക് IP അഡ്രസ് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല വശങ്ങളാണ്, അതായത് അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ക്യാമറ ഹിക്വിഷൻ്റെ അക്യൂസെൻസ് ക്യാമറയാണ്. അപ്പോൾ ഈ അക്യൂസെൻസ് ക്യാമറയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, മൊബൈൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതായത് ഈ ഒരു ക്യാമറ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഈ ക്യാമറയുടെ QR കോഡ് സ്കാൻ ചെയ്ത് ഇൻ്റർനെറ്റിൽ ഹിക്വിഷൻ്റെ സെർവറിലേക്ക് ആഡ് ചെയ്തിട്ട് അവരുടെ സെർവറിലൂടെയാണ് നമ്മൾ ഈ ക്യാമറയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നോട്ടിഫിക്കേഷൻ വരിക. അല്ലാതെ നമ്മൾ നമ്മുടെ ഫോണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാമറയെ ആഡ് ചെയ്ത ശേഷം VPN നെറ്റ്വർക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് പോർട്ട് ഫോർവേഡിങ് വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹിക്വിഷൻ്റെ സെർവർ ഉപയോഗിക്കാത്ത സിറ്റുവേഷനിൽ അവരുടെ ആ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറായിട്ടുള്ള നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് വരുന്നില്ല. അപ്പോൾ അത് വരുന്ന രീതിയിൽ അവരവിടെ കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുറേ നാളെ കഴിയുമ്പോഴത്തേക്ക് അത് വന്നേക്കാം. അപ്പം എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി നമുക്കങ്ങനെ ഹ്യൂമൻ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഈ പറയുന്ന VPN നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വരുന്നില്ല. ഈ ഹിക്വിഷനിൽ മാത്രമാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. മറ്റേതെങ്കിലും കമ്പനി ക്യാമറകളിലൂടെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നമുക്ക് ഒരു തേർഡ് പാർട്ടി നെറ്റ്വർക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ ഹിക്വിഷനിൽ അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ സെർവറോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ വളരെ സെക്യൂർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർനെറ്റിലൂടെ വീഡിയോ ട്രാൻസ്ഫർ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയുടെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാമറയ്ക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ, നമ്മുടെ മൊബൈൽ ഫോൺ എത്രത്തോളം ക്ലാരിറ്റി സപ്പോർട്ട് ചെയ്യുമോ അത്രയും ക്ലാരിറ്റി തന്നെ നമുക്ക് കാണാൻ കഴിയും. ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറകൾ വ്യൂ ചെയ്യാനും അത് എവിടെ വേണമെങ്കിലും റെക്കോർഡ് ചെയ്യിക്കാനും നമുക്ക് VPN നെറ്റ്വർക്കിലൂടെ സാധിക്കും.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.